ഹലോ ഗായ്സ്, കഴിഞ്ഞ വീഡിയോ ഭയങ്കര ബ്ലൂപ്പറായിപ്പോയി. എന്നാ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഇന്ന് നമുക്കൊരു തട്ടുപൊളിപ്പൻ ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഈ ബുക്ക് ഇങ്ങനെ വലിച്ചു വാരി കിടക്കുന്നത് എനിക്കും ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ അമ്മക്കും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പിന്നെ രണ്ടുപേർക്കും സന്തോഷിക്കാൻ വേണ്ടി ഒരു ഓർഗനൈസർ ആവാമല്ലോ അല്ലേ. പ്ലാനിങ് ഇല്ലാതെ എന്ത് വീഡിയോ അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ ഒരു സംഭവം വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും നിങ്ങളൊന്ന് നോട്ട് ചെയ്തേര്. ആ ഒരു മെഷർമെൻറ്റ്സ് ഒക്കെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം, കാരണം ഇത് നിങ്ങളുടെ സാധനമാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ബുക്കിൻ്റെയും എത്ര ബുക്ക് അതിനുള്ളിൽ വെക്കുന്നുണ്ട് എന്നതിൻ്റെയൊക്കെ അളവ് നോക്കിയിട്ടാണ് ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയത് കേട്ടോ. ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കാർഡ്ബോർഡ് നോക്കിയപ്പോഴാണ് നമ്മുടെ കയ്യിലൊരു സാധനവും ഇല്ല. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിവിടെ ഒരു 5 പീസ് കാർഡ്ബോർഡ് ഷേപ്പ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു സംഭവം സെറ്റാക്കി എടുത്തത്. ഒട്ടിക്കാനേ ഫ്ലെക്സ് ട്യൂക്ക് ആയിരിക്കും നല്ലത്, കാരണം പെട്ടെന്ന് ഒട്ടിക്കിട്ടുകയും ചെയ്യും, നമ്മുടെ പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഡിസൈനായിട്ടൊക്കെ കൊടുക്കാം. ഞാൻ ഈ ഒരു സിമ്പിൾ മെത്തേഡാണ് കൊടുത്തത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് പോന്നേ. ടാറ്റ, ബൈ ബൈ.